ഹലോ ഗൈസ്, നമുക്കിന്ന് പഴത്തിൻ്റെ കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതൊന്ന് കാട്ടിത്തരാം കേട്ടോ. ഇപ്പോൾ 2 പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ല പഴുത്ത പഴം ഉണ്ടായിരുന്നു. അത് 2 ചെറുങ്ങനെ മുറിച്ച് വെച്ചതാണ് കേട്ടോ. 2 3 ആയാലും കുഴപ്പമില്ല. പിന്നെ ചട്ടി വെച്ചതിൻ്റെ ശേഷം നിങ്ങൾക്ക് എന്താ ഉള്ളത്, ഓയിലാണോ വെളിച്ചെണ്ണ ആണോ നെയ്യാണോ എന്താ ഉള്ളതെന്ന് വെച്ചാൽ മിൽമ നെയ്യോ എന്താണെങ്കിലും കുറച്ച് ഇട്ടുകൊണ്ട് ഞാൻ അതിൽ ഓയിലാണ് കേട്ടോ ഒഴിച്ചത്. കുറച്ചിട്ടതിൻ്റെ ശേഷം അത് നല്ലോണം വാട്ടിയെടുക്കുക. നല്ല പഴുത്ത പഴയതിനെ കൊണ്ട് കുറച്ചൊന്ന് ഇതായാൽ മതി, നല്ലോണം വാട്ടണത് ആവശ്യമില്ല. ഇത് ചെറിയ ചട്ടിയെ കൊണ്ട് ഞാൻ 2 ഭാഗമാക്കിയത് കേട്ടോ. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഒരു 8 കോഴിമുട്ട കൊണ്ടാണ് ഞാൻ ചെയ്യാൻ പോണത്. അത് കുറച്ചൊരു വലിപ്പമുള്ളൊരു പാത്രത്തിലേക്ക് ഇടന്നെ വേണം കേട്ടോ, അല്ല ഞാൻ അടിക്കുമ്പോൾ പുറത്തൊക്കെ പോയിപ്പോവും. ഇതിപ്പോൾ ഇട്ടത് ഞാൻ ഏലക്കായൻ്റെ പൊടിയാണ്. ഇത് നല്ലോണം അതിൻ്റെ ഈ സ്പ്രിങ് വെച്ചിട്ട് ഉടച്ചെടുക്കുക. ആവശ്യത്തിന് പഞ്ചസാര ഇടാം. ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ടുള്ളൂ, മധുരം ആർക്കും തീരെ ഇഷ്ടമില്ലല്ലോ. ഇപ്പോൾ പഞ്ചസാര ഇട്ടതിൻ്റെ ശേഷം നല്ലോണം ഒന്ന് ഉടച്ചെടുക്കുക. അപ്പോൾ ഇതിനൊക്കെ ഞാൻ എന്താക്കിയ ചട്ടി വെച്ചുകൊണ്ട് പാത്രം വെച്ച് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ചുകൊണ്ട് ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഈ കോഴിമുട്ട അടിച്ചതിലേക്ക് പഴം ഇട്ടിട്ട് അതും കൂടി ഒന്നും കൂടി മിക്സ് ചെയ്യണം. പിന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി, വല്ലാണ്ട് അടിക്കൊന്നും ചെയ്യണ്ട കേട്ടോ. ആ തവി വെച്ചിട്ടൊന്ന് ഇളക്കിയതിൻ്റെ ശേഷം ചൂടായ പാത്രത്തിലേക്ക് വേണം ഒഴിക്കാൻ. അതിലേക്ക് കുറച്ച് നെയ്യോ ഓയിലോ എന്താണെന്ന് വെച്ചാൽ ആഡ് ചെയ്യുക. നല്ല ചൂടിൽ വേണം കേട്ടോ ഇത് ഒഴിച്ചെടുക്കണമെങ്കിൽ, എന്നാലേ പെട്ടെന്ന് ഇത് റെഡിയായി കിട്ടുള്ളൂ. എന്നതിന് ശേഷം മൂടി വെക്കുക. ഒരു പഴയ പാത്രത്തിന്, അലൂമിനിയം പാത്രത്തിൻ്റെ മൂടി എന്തുണ്ടെങ്കിൽ അത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇത് വെച്ചാൽ മതി. അപ്പോൾ ഫസ്റ്റ് തന്നെ കുറച്ച് നല്ല സ്പീഡിൽ കത്തിക്കണം, പിന്നെയാണ് അതൊന്ന് സ്ലോ ആക്കേണ്ടി കേട്ടോ. ഇനി ഒരു 5 7 മിനിറ്റ് അവിടെ നിന്നോട്ടെ. ഞാനൊരു 7 മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇത് നോക്കിയതിന്, അപ്പോഴേക്കും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈഡ് ഉണ്ടല്ലോ, സൈഡൊന്ന് ചുവപ്പ് കളറാവണ വരെ ഒന്ന് വെച്ചിരുന്നാൽ മതി. ഈ സൈഡ് മുഴുവനും കണ്ടില്ല ചുവപ്പ് കളറ്, അതാവണ വരെ ഒന്ന് വെച്ചിരുന്നാൽ മതി. അങ്ങനെ റെഡി.